സോ നിങ്ങൾ ലാസ്റ്റ് ക്ലാസ് കണ്ടിട്ടില്ലാത്തതാണെങ്കിൽ ലാസ്റ്റ് ക്ലാസ് നിർബന്ധമായിട്ടും കാണുക. ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലെക്ചറാണ് ആക്ച്വലി, ആൻഷ്യൻ ഹിസ്റ്ററി ലെക്ചർ നമ്പർ 3. അത് കണ്ടതിന് ശേഷം മാത്രം വരിക. ഈ ഒരു ക്ലാസ്സിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സ് എവിടെയാണ്? ഇതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അവിടെ ജസ്റ്റ് ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സ് വരും. ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആദ്യം നമ്മുടെ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൻ്റെ ലിങ്ക് ഉണ്ട്, അത് കാണാം. ലെക്ചർ നമ്പർ 1 കാണാം, ലെക്ചർ നമ്പർ 2 കാണാം. പിന്നെ ഈ ഒരു ലെക്ചർ നമ്പർ 3 കണ്ടതിന് ശേഷം മാത്രമേ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കാണാൻ വേണ്ടി പാടുള്ളൂ. ഈ ഒരു ലെക്ചർ നമ്പർ 3യുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ. സോ എനിവേ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് പാലിയോലിത്തിക് ഏജ് ആണ്. പാലിയോലിത്തിക് ഏജ് എന്ന് വെച്ചാൽ ഹണ്ടിങ് ഗ്യാതറിംഗ് ആണ്. ഹ്യൂമൻസ് ആക്ച്വലി ഹണ്ടർ ഗ്യാതറേഴ്സ് ആണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് കണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് വരിക. ലോവർ പാലിയോലിത്തിക് ഏജിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഹോമോ ഹാബിലിസും ഹോമോ എറക്ടസും ആയിരുന്നു. നമ്മൾ സംസാരിച്ചു മിഡിൽ പാലിയോലിത്തിക് ഏജിലൊക്കെ എത്തുമ്പോൾ അത് അവർ കുറച്ചും കൂടി അഡ്വാൻസ് ആയി ഫയർ യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അവസാനത്തെ പാലിയോലിത്തിക് ഏജിൽ നമ്മുടെ ഹോമോ സാപ്പിയൻസ് മോഡേൺ മാൻ വരുന്നു. അതിനുശേഷമാണ് ഹോമോ സാപ്പിയൻസ് നമ്മളിലേക്ക് എത്തുന്നത്. ആ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് കാണാം. കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ്സിലേക്ക് വരിക. പ്ലസ് എൻ്റെ ഡയറക്റ്റ് മെൻറ്റർഷിപ്പോടെ കൂടിയിട്ടുള്ള പെയ്ഡ് ബാച്ച് അവൈലബിൾ ആണ്. മന്ത്ലി 500 rupees മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. ഇൻ വിച്ച് 100% സിലബസ് കവറേജ് അലോങ് വിത്ത് ദാറ്റ് പ്രോപ്പറായിട്ടുള്ള എൻ്റെ ഡയറക്റ്റ് ഗൈഡൻസ് പ്ലസ് കുഞ്ഞു എക്സാംസ് ഒക്കെ ആയിട്ട് നമുക്കൊരു പെയ്ഡ് ബാച്ച് ആക്ച്വലി അവൈലബിൾ ആണ്. സോ ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യാം. 500 rupees മന്ത്ലി ഫീസ് വരുന്നുള്ളൂ. ലെറ്റ് മീ നോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. സോ മീസോലിത്തിക് ഏജ് എന്ന് വെച്ചാൽ മിഡിൽ സ്റ്റോൺ ഏജ് ആണ്. ഓക്കെ. 10,000 to റഫ്ലി 6,000 അല്ലെങ്കിൽ 8,000 BC വരെയാണ് ഉണ്ടായിരുന്നത് ട്രാൻസിഷൻ പീരീഡ്. ആൻഡ് ട്രാൻസിഷൻ ഫേസ് എന്ന് പറയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാലിയോലിത്തിക് ഏജ് ആക്ച്വലി ഐസ് ഏജ് ആയിരുന്നു. പ്ലീസ്റ്റോസീൻ എന്ന് ആക്ച്വലി പറയും. ശേഷം മീസോലിത്തിക് ഏജിലേക്ക് എത്തുന്ന സമയത്ത് ടെമ്പറേച്ചർ കുറച്ചും കൂടെ ലൈക്ക് ആ ഒരു ക്ലൈമറ്റ് കുറച്ചും കൂടെ വാമായി. ഇതിനെ ഹോളോസീൻ എന്ന് ആക്ച്വലി പറയാം. സോ ഇതൊരു ട്രാൻസിഷൻ ഫേസ് ആണ്. പിന്നെ ടൂൾസൊക്കെ ഭയങ്കര കുഞ്ഞു ടൂൾസാണ്. മൈക്രോലിത്തിക് ടൂൾസ് വെച്ചാൽ കുഞ്ഞു ടൂൾസാണ്, പക്ഷെ ഭയങ്കര ഷാർപ്പായിരിക്കും. ആദ്യം അവർ വലിയ കല്ലൊക്കെ ഉപയോഗിച്ച് ഹണ്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവർ കുഞ്ഞു ടൂൾസാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ ആ ടൂൾസ് ഭയങ്കര ഷാർപ്പായിരിക്കും. കണ്ടാൽ മനസ്സിലാവും. ഭയങ്കര ഷാർപ്പായിട്ടുള്ള കുഞ്ഞു ടൂൾസ് യൂസ് ചെയ്യാൻ തുടങ്ങി. മീസോലിത്തിക് ഏജിൻ്റെ പ്രത്യേകത ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ആണ്. മൃഗങ്ങളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഏജിലാണ് ആക്ച്വലി. സോ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് മീസോലിത്തിക് ഏജിലാണ്. സെമി നൊമാഡിക് ലൈഫ് സ്റ്റൈലാണ്. സെമി നൊമാഡിക് ലൈഫ് സ്റ്റൈൽ എന്ന് പറയാൻ കാരണം എന്താ? അവർ ഹണ്ട് ചെയ്യുന്നു, പിന്നെ മൃഗങ്ങളെ ആക്ച്വലി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നു. ഡൊമസ്റ്റിക്കേഷൻ എന്ന് വെച്ചാൽ വളർത്തു മൃഗങ്ങളാക്കി മാറ്റുന്നു. കാട്ട് മൃഗങ്ങളെ വളർത്ത് മൃഗങ്ങളാക്കി മാറ്റുക എന്ന് വെച്ചാൽ വൈൽഡ് അനിമൽസിനെ ഇവർ ആക്ച്വലി എന്താ പറയുക, വളർത്തു മൃഗങ്ങളാക്കി മാറ്റുന്ന ഒരു ഫേസാണ്. ആദ്യം ഡോഗിനാണ് ഇവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നത്, പിന്നെ കാറ്റിൽ, അങ്ങനെ പോകുന്നു. ബോ ആൻഡ് നാരോ, അമ്പ്, വില്ല് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഹണ്ടിങ്ങിൻ്റെ സമയത്ത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയതാണ് പറയപ്പെടുന്നത്. കേവ് പെയിൻറ്റിങ്സ് അപ്പോഴും ഉണ്ട്. കേവ് പെയിൻറ്റിങ്സ് വെച്ചാൽ നമ്മുടെ ഗുഹകളിലൊക്കെ ആയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുക, പിന്നെ കുറച്ച് മന്ത്രതന്ത്രങ്ങൾ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. റിച്വൽസ് വെച്ചാൽ മന്ത്രതന്ത്രങ്ങൾ എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അന്നത്തെ കാലത്ത് അങ്ങനെ ഫയർ ആൾട്ടേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സോ തന്ത്രം എന്നല്ല, എന്തെങ്കിലും റിച്വൽസ് ഉണ്ടായിട്ടുണ്ടാവും. മേ ബി ലൈക്ക് എന്തെങ്കിലും കേവ് പെയിൻറ്റിങ്സ് എന്ന് വെച്ചാൽ അവിടെ ഗുഹകളിലൊക്കെ ചിത്രങ്ങൾ ആക്ച്വലി വരച്ച് വെച്ചിട്ടുണ്ട്. സോ മേ ബി അതെന്തെങ്കിലും ഇവരുടെ എന്തെങ്കിലും പൂജ എന്തോ ആവാം. നമുക്ക് നമ്മുടെ എക്സാക്ട്ലി പാസ് അറിയില്ല. ഞാൻ പറഞ്ഞ പോലെ പ്രീ ഹിസ്റ്റോറിക് ഏജ് ആണ്. പ്രീ ഹിസ്റ്റോറിക് ഏജ് എന്ന് വെച്ചാൽ നോ റിട്ടൺ എവിഡൻസ്, റീഡിങ് ഈസ് നോട്ട് പോസിബിൾ. സോ എന്തും ആവാം. മേ ബി റിച്വൽസ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൾച്ചേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവാം. അന്നത്തെ കാലത്ത് ആക്ച്വലി പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു. കേവ് പെയിൻറ്റിങ്സ്, ഗുഹകളിൽ ചിത്രം വരക്കുമായിരുന്നു. അപ്പം തന്നെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ആർട്ടിസ്റ്റിക് സ്കിൽസ് ഉണ്ടായിരുന്നല്ലേ പറയപ്പെടുന്നത്. മേ ബി എന്തെങ്കിലും റിച്വൽസ്, എന്തെങ്കിലും ഫയർ ആൾട്ടേഴ്സ് കണ്ടുപിടിച്ചിട്ടില്ല. ഇങ്ങനെ തന്ത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായതിനെ കുറിച്ച് ഡയറക്റ്റ് എവിഡൻസ് ഒന്നുമില്ല. മേ ബി അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാം, നമുക്ക് എക്സാക്ട്ലി അറിയില്ലല്ലോ. സൈറ്റ്സ് ആക്ച്വലി മീസോലിത്തിക് സൈറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ബാഗോർ, രാജസ്ഥാൻ ഒരു സൈറ്റാണ്. ഇവിടെ മൃഗങ്ങളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തതിനായിട്ടുള്ള കുറച്ച് എവിഡൻസ് ആക്ച്വലി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദംഗർ മധ്യപ്രദേശ്, ലഗ്നാജ് ഗുജറാത്ത്, ഇവിടെ സ്കെലിറ്റൻസും ടൂൾസൊക്കെ എവിഡൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്ത ഏജാണ് നിയോലിത്തിക് ഏജ്. നിയോലിത്തിക് ഏജ് വെച്ചാൽ ന്യൂ സ്റ്റോൺ ഏജ്. ഇത് 8,000 to റഫ്ലി ഒരു 2,000 അല്ലെങ്കിൽ ഒരു 6,000 to 1,000 BC എന്നൊക്കെ നമുക്ക് പറയപ്പെടാം. അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഏജിലാണ്. എന്ന് വെച്ചാൽ പാലിയോലിത്തിക് ഏജ് വെച്ചാൽ ഹണ്ടിങ് ഗ്യാതറിങ് കഴിഞ്ഞു. മീസോലിത്തിക് ഏജ് എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽ, മൃഗങ്ങളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നു, വളർത്തു മൃഗങ്ങളാക്കി മാറ്റുന്നു. നിയോലിത്തിക് ഏജ് വെച്ചാൽ അത് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ്, അതായത് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിയോലിത്തിക് ഏജിലാണ്. ഓക്കെ. ഇപ്പം ഇവർ ഫുഡ് ഡെവലപ്പേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഫുഡ് ഡെവലപ്പേഴ്സ് എന്ന് വെച്ചാൽ ഫുഡ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഫുഡ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഡെവലപ്പിനേക്കാളും കുറച്ചും കൂടെ നല്ലൊരു വാക്ക്
വാക്കെന്ന് പറയുന്നത് ഫുഡ് പ്രൊഡ്യൂസേഴ്സായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. പോട്രീസ് ഇവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, മൺകലങ്ങൾ ഉണ്ടാക്കുന്നു, വീറ്റ് ആൻഡ് ബാർലി, റവ, ഗോതമ്പ്, ഇതൊക്കെയാണ് ആദ്യം ഇവർ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെറ്റിൽഡ് ലൈഫൊക്കെ കുറച്ചും കൂടെ മഡ് ഹൗസസ്, ഈ എന്താ മഡ്, ക്ലേ അല്ല അങ്ങനെയുള്ള പല കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് ഇവർ വീടൊക്കെ നിർമ്മിക്കുന്നുണ്ട്. കാരണം നേരത്തെ പാലഡിത്തിക് ഏജിൽ ഹണ്ടിങ് ഗ്യാതറിങ്, ഇവർക്ക് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാം. മീസോളിത്തിക് ഏജ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽ, പിന്നെയും മൃഗങ്ങളും കൂട്ടിയിട്ട് പോവാം. നിയോളിത്തിക് ഏജ് ആകുമ്പോൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത മൃഗങ്ങളും അവിടെ ഉണ്ട്, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത പ്ലാന്റ്സ് ലൈക്ക് അഗ്രികൾച്ചറൽ സൈറ്റും അവിടെ ഉണ്ട്. ഇത് രണ്ടും വിട്ടിട്ട് അവർക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അവരോടൊരു പെർമനൻറ്റ് സൈറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. കുറച്ചും കൂടെ പോളിഷ്ഡ് ആൻഡ് അഡ്വാൻസ്ഡ് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കമ്മ്യൂണിറ്റി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റിലീജിയനൊക്കെ ഈ ഒരു സമയത്ത് തുടങ്ങുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. എക്സാക്ട്ലി അതിൻ്റെ എവിഡൻസ് ഒക്കെ ഭയങ്കര ലിമിറ്റഡ് ആണ്. സോ ഒരു കമ്മ്യൂണിറ്റി ലൈഫ് ഉണ്ട്. മേ ബി കാട്ടിലൊക്കെ നമ്മൾ കാണുന്നില്ലേ മൂപ്പൻ കടുന്താന്നൊക്കെ കാണുന്നില്ലേ. സോ മേ ബി ഒരു മൂപ്പൻ ഉണ്ടാവാം, ഒരു ഹെഡായിട്ട് താഴെ കുറച്ച് പ്രജകൾ എന്നൊക്കെ പറഞ്ഞ ടീം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. ഒരു എക്സാക്ട്ലി റൂളർ ലീഡർ അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഒരു കമ്മ്യൂണിറ്റി ലൈഫ് സ്റ്റൈൽ ഉണ്ട്. അതിൽ മേ ബി കുറച്ചും കൂടെ ഏജ് ആയിട്ടുള്ള ഒരാൾ ഒരു എന്താ പറയുക, ഒരു ലീഡറായിട്ട് ഉണ്ടായിട്ടുണ്ടാവാം മേ ബി. സോ റിലീജിയൻ ആക്ച്വലി ചെറുതായിട്ട് ഡെവലപ്പായി വരുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. എനിവേ, കോട്ടൺ കൾട്ടിവേഷൻ പാകിസ്ഥാൻ മെഹർഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിൽ എവിഡൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിയോളിത്തിക് സൈറ്റ്സ് ഏതൊക്കെയാണ്? മെഹർഗർ, ബലൂചിസ്ഥാൻ, ഓൾട്ടസ്റ്റ് ഫാമിംഗ് സൈറ്റ് കിട്ടിയിട്ടുണ്ട്. ബുർസാഹം കാശ്മീർ, ഇവിടെ പിറ്റ് ഡ്വെല്ലിംഗ് എന്ന് വെച്ചാൽ എന്താ അറിയോ, ഇത് മണ്ണ്, ഓക്കെ, ഇത് മരം. ഈ മരത്തിനൊക്കെ അവിടെ മുറിച്ചതിന് ശേഷം എന്താക്കി ഇവർ മണ്ണ് താഴോട്ടേക്ക് തുരന്നു. സ്റ്റെപ്പായിട്ട് മണ്ണ് താഴോട്ടേക്ക് തുരന്നതിന് ശേഷം ഇവിടെ ആക്ച്വലി താമസിക്കുക. അതായത് മണ്ണിൻ്റെ അടിയിലോട്ട് എന്താ പറയുക, ഇതുപോലത്തെ ഒരു സ്റ്റേ ചെയ്യാനായിട്ടുള്ളൊരു ഫെസിലിറ്റി ഉണ്ടാക്കി. ഇതിനാണ് നമ്മൾ പിറ്റ് ഡ്വെല്ലിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് മേ ബി എന്തെങ്കിലും മുകളിലൊരു കവർ വെച്ച് ചിലപ്പോൾ മൂടുമായിരിക്കാം. അപ്പോൾ മൃഗങ്ങളുടെ അടുത്ത് നിന്നൊക്കെ രക്ഷപ്പെടാൻ മേ ബി പറ്റുമായിരിക്കും. സോ അതിൻ്റെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡോഗിനെ ബറി ചെയ്തതായിട്ട് കുഴിച്ച് മൂടിയൊക്കെ ആയിട്ടുള്ള എവിഡൻസൊക്കെ ബുർസാഹോം കാശ്മീരിൽ കിട്ടിയിട്ടുണ്ട്. ചിറാന്ത് ബീഹാർ, ദജോലി ഹദിങ് ആസാം, ഇതൊക്കെ ഒരു നിയോളിത്തിക് സൈറ്റ്സ് ആണ് ആക്ച്വലി. ഓക്കെ, ചാൽക്കോളിത്തിക്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ബിക്കോസ് എനിക്ക് എൻ്റേതായിട്ടൊരു പെയ്ഡ് ബാച്ചും കൂടി ഉണ്ട്. സോ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇവിടെ യൂട്യൂബിലും കൂടെ വീഡിയോസ് ചെയ്യുമ്പോൾ ഒരു ലിമിറ്റേഷൻ ആക്ച്വലി ഉണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ പെയ്ഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണെങ്കിൽ 100% സിലബസ് കവറേജ് പ്രൊവൈഡ് ചെയ്യുന്ന, എൻ്റെ ഡയറക്റ്റ് ഗൈഡൻസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന, എൻ്റെ ഡയറക്റ്റ് അസിസ്റ്റൻസ് ഉള്ളൊരു ബാച്ച് ഉണ്ട്. മന്ത്ലി വെറും 500 റുപ്പീസ് മാത്രമേ ഫീസായിട്ട് വരുന്നുള്ളൂ. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ബാച്ചിലേക്ക് ഫീ പേ ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ലെറ്റ് മീ ആസ് സൂൺ ആസ് പോസിബിൾ. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, അതിൻ്റെ ലിങ്ക് അതിൽ ജോയിൻ ചെയ്യാൻ മാക്സിമം അഡ്മിൻ ഞാൻ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക്സ്.